ദൈവവചനം പറയുന്നത്, കുരിയിൽ ഒരു വീടും മീവൽ പക്ഷി തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ രാജാവ്, എൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവേ, അങ്ങയുടെ യാഗപീഠത്തെ തന്നെ. കുരികിലും ഈവൽ പക്ഷികളും തങ്ങളുടെ അഭയസ്ഥാനമായി യാഗപീഠത്തെ കണ്ടതായിട്ടാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. യാഗപീഠം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവിക സാന്നിധ്യത്തിലേക്ക് എപ്പോഴും ഈ കുരികിലിനും ഈവൽ പക്ഷിക്കും ചെന്ന് കയറുവാൻ പറ്റും. കുരിയിലെന്ന് പറയുന്നത് സ്പാരോ, വളരെ ചീപ്പസ്റ്റ് ആയിട്ടുള്ളൊരു ബേഡാണ്. പലസ്തീനിൽ അന്നുണ്ടായിരുന്ന വെറും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ബേഡ്, ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ബേഡാണ്. എപ്പോഴും അതിന് തനിയെ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പക്ഷി. എന്നാൽ അതിനൊരു സമാധാനത്തിനും ഒരു അഭയത്തിനും വേണ്ടി ആ യാഗപീഠത്തിലോട്ട് അത് കയറി ചെല്ലുന്നു. അതുപോലെ മീവൽ പക്ഷി എന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെ ചിലച്ചുകൊണ്ടിരിക്കും, അസ്വസ്ഥമായിട്ടിരിക്കും. എന്നാൽ അതിന് എപ്പോഴും ആ യാഗപീഠത്തിൽ കയറുവാനുള്ള ആക്സസ് ഉണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ കുരിയിലിന് ദൈവവചനം പറയുന്ന കാശിന് 2 കുരിയിനെ വിൽക്കുന്നില്ല, അവയിൽ ഒന്നുപോലും എൻ്റെ പിതാവ് അറിയാതെ നിലത്ത് വീഴുന്നില്ല എന്ന് കർത്താവ് പറയുന്നു. അപ്പോൾ ഇത്ര ഇൻസിഗ്നിഫിക്കൻ്റ് ആയ ഈ കുരിയിലിനെ കർത്താവ് ഇത്രമാത്രം കരുതുന്നുണ്ട് എങ്കിൽ നമ്മളെ കർത്താവ് എത്രമാത്രം കരുതുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും, എൻ്റെ ഈ വചനം കേൾക്കുന്ന ആർക്കെങ്കിലും നിങ്ങളെ തന്നെ വെറും ചീപ്പായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ അങ്ങനെ കരുതുന്നുണ്ടെങ്കിൽ, ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ട് കരുതുന്നുണ്ടെങ്കിൽ, ഈ കുരിയിലിനെ കാക്കുന്ന ദൈവം നമ്മളെ എത്രമാത്രം കരുതുന്നു. ഈ മീൽ പക്ഷി അതെപ്പോഴും റെസ്റ്റ്ലെസ് ആണ്, എപ്പോഴും അസ്വസ്ഥമാണ്. എന്നാൽ അതിന് അഭയമായിട്ട് ആ യാഗപീഠത്തിൽ ചെല്ലുന്നത് പോലെ ഈ സമാധാനമില്ലാതെ അസ്വസ്ഥമായിരിക്കുന്ന നിങ്ങൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ കടന്നു എന്നാൽ ദൈവം ഒരു അഭയസ്ഥാനമായി, സമാധാനത്തിൻ്റെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് സമാധാനം തരും. കാരണം കർത്താവ് പറയുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവർ എൻ്റെ അടുക്കലേക്ക് കടന്നു വരുവീൻ എന്ന് പറയുന്നു. നമ്മുടെ ബലഹീനത അവസ്ഥകളിൽ മറ്റുള്ളവർ നമ്മളെ മനസ്സിലാക്കാതെ നമ്മളെ തള്ളിക്കളഞ്ഞ് നമ്മളെ മാറ്റി നിർത്തുമ്പോൾ, ഹല്ലേലൂയ, കർത്താവിൻ്റെ വചനം പറയുന്നത്, നമ്മുടെ മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ നമ്മളോട് സഹതാപം കാണിക്കുവാൻ കഴിയാത്തവനല്ല. പാപം ഒഴികെ സർവത്തിലും നമ്മുടെ കൂട്ട് പരീക്ഷിക്കപ്പെട്ടവനായ കർത്താവ്, ആ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് സമാധാനവും സ്വസ്ഥതയും ആശ്വാസവും നമുക്ക് ലഭിക്കുന്നതായിരിക്കും.